guys, welcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ഐ സൂം ട്രാൻസിഷൻ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ഫോട്ടോ ഫിൽ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ വന്ന് ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ആ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സ്കെയിൽ ടൂൾ വന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു 2 ലെയറും സെലക്ട് ഓൾ ലേയേഴ്സ് അടിച്ചിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക ഇതേപോലെ. ഓക്കെ, ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ഇതേപോലെ, സർക്കിൾ ആഡ് ചെയ്യുക. ദെൻ സർക്കിൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഐസിന് കണക്കായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഐസിന് കറക്റ്റായിട്ട് മൂവ്മെൻ്റൊക്കെ ചെയ്ത് ഏകദേശം നല്ല വൃത്തിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സർക്കിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക. ഇവിടെ നമ്മൾ മാസ്ക് ഉണ്ടാവും, അതിൽ എക്സ്ക്ലൂഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് ഇതേപോലെ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിൽ ഒരു കീ ഫ്രെയിം. ദെൻ എന്ത് ചെയ്യുക, ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ 4th കർവ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അഗെയിൻ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക, അത് ഫിൽ സ്ക്രീൻ ചെയ്യുക, അതേപോലെ തന്നെ സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ സെലക്ട് ഓൾ ലേയേഴ്സ് അടിക്കുക, അത് എന്നിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കംപ്ലീറ്റ് ലേയേഴ്സ് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക ഇതേപോലെ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക, ഇതിൽ നമ്മൾ 3Dയിൽ വരിക. ഇവിടെ നമ്മൾ ബോക്സ് സെലക്ട് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ താഴേക്ക് വരിക. അതായത് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, ബോക്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴേക്ക് വന്ന ശേഷം ഹൈറ്റ് വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് നമ്മൾ 100ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ കറക്റ്റായി സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ താഴെ ഡെപ്ത്ത് ഉണ്ടാവും, ഡെപ്ത്ത് വന്ന് നമ്മൾ 1ലേക്ക് സെറ്റ് ചെയ്യുക, ഫുള്ളായി കുറച്ച് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മളിവിടെ ഷെയ്ഡിങ് പോയിൻ്റ് ലൈറ്റിലുള്ളത് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. ദെൻ അതിൻ്റെ മുകളിൽ നമുക്ക് സ്കെയിൽ ഓപ്ഷൻ ഉണ്ടാവും, ആ സ്കെയിൽ ഓപ്ഷൻ വന്ന് സ്ക്രീനിൽ ഫില്ലാകുന്ന പോലെ നമ്മൾ ആ ഒരു ഫോട്ടോ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അതായത് ആ സ്കെയിലിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഫില്ലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ പൊസിഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഈ എല്ലാ വാല്യൂസും മാറ്റം വരുത്തണം. ഇത് നിങ്ങളുടെ ഓരോരാൾക്കും ഓരോ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, നിങ്ങളെടുക്കുന്ന ഫോട്ടോത്തിനനുസരിച്ച്. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇതാ ഈ ഒരു കണ്ണ് സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഇതേപോലെ സെറ്റ് ചെയ്യുക, ഇതേപോലെ കറക്റ്റായിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. എനിക്കിപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ തിരിയും ഏതാണ് വാല്യൂ എന്നുള്ളത്. ഇതാ, അപ്പോൾ എനിക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ X -9, Y 50, അതുപോലെ Z -106. ഈ ഒരു രീതിക്കാണ് എൻ്റെ വാല്യൂ വരുന്നത്. അത് ഓരോരാൾക്കും ഓരോ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ദെൻ അവിടെ നമ്മൾ ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ വന്ന ശേഷം നമ്മൾ അടുത്തൊരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്യുക. അതും വന്ന് നമ്മൾ ഫിൽ സ്ക്രീൻ അല്ലെങ്കിൽ 3 ഡോട്ടിൽ വരിക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അതും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ ആ ഒരു 2 ലേയേഴ്സ് ഇപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോയും ആ ഒരു റെക്റ്റാങ്കിൾ തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ദെൻ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ മുകളിലുള്ള ലെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇടുന്നുണ്ട്. ദെൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന് സ്കെയിൽ ടൂൾ വന്ന ശേഷം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഒരു 600 ആ റേഞ്ചിൽ നിങ്ങൾ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മുകളിലുള്ള ലെയർ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ മിസ്സായി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയറിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്നില്ലേ, അതായത് ഈ 2ാമത്തെ ലെയർ സ്കെയിൽ ചെയ്യുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. അപ്പോൾ ഈ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ
ആ ഒരു ഫിൽ സ്ക്രീൻ ചെയ്ത വാല്യൂ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു സ്ക്രീനിൽ ഫില്ലാവുന്ന ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെയും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അതും കൂടെ ചെയ്താൽ മാത്രമേ നമ്മളെ ആ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലുള്ള ലെയർ ഓൺ ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇതിൽ ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതേപോലുള്ള കൂടുതൽ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.